ഹായ് ഗായ്സ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ വേർഡാണ് PRONUNCIATION. ഇത് എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? നൗൺ അല്ല, പ്രൊനൗൺസിയേഷൻ അല്ല, ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ. ഇപ്പോൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഈ സിലബിളാണ്. എത്ര സിലബിൾ ഉണ്ട്? 1 2 3 4 5 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണേ. അതിൽ സ്ട്രെസ് ചെയ്യേണ്ടത് നിങ്ങൾ 4th സിലബിളാണ്. ഓൾറൈറ്റ്, സോ പ്രൊനൗൺസിയേഷൻ. ഇത് നിങ്ങൾക്ക് ഞാൻ മലയാളത്തിലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വേർഡാണ് POEM. പോയം അല്ല, പോവം. പോവം ഇത് ഇംഗ്ലീഷിൽ 2 സിലബിളുള്ളൂ. പോം. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ നമ്മൾ പോം. സ്ട്രെസ് ഫസ്റ്റ് സിലബിളാണ്. 2 സിലബിളേ ഉള്ളൂ. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യും. പോം, പോം. അപ്പം നിങ്ങൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞ് നോക്കിയാൽ മതി നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാൻ. പോം, പോം. അടുത്ത വേർഡാണ്. ഇത് ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ള എല്ലാവരും ഇത് തെറ്റിക്കും ഇത് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറയും ഒന്നും കൂടി പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു വേർഡാണ് ASKED. ആസ്ക്ഡ് അല്ല, ആസ്ഡ്. ആസ്ഡ്. ഇത് ഒറ്റ സിലബിളാണ്, ആസ്ഡ്. ഇതൊരു K സൗണ്ട് സൈലൻ്റ് ആണ് കേട്ടോ. ആസ്ഡ്, ആസ്ഡ്. അങ്ങനെയാണ് നമ്മൾ പറയാം. ആസ്ഡ്, ആസ്ഡ്. അടുത്തതാണ് SAYS. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? സെസ്, 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 സെസ്. ഹി സേസ്, ഷീ സേസ്. അങ്ങനെയാണ് നമ്മൾ പറയാം. സേസ്, സെസ്, സെസ്. ഹി സേസ്, ഷീ സേസ്. OFTEN. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? ഓഫൺ എന്ന് പറയാം. ഓഫൺ. സ്ട്രെസ്സസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. 2 സിലബിൾ ഉണ്ട്. സ്ട്രെസ്സസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ഓഫൺ. ചിലർ ഓഫ്റ്റൺ എന്നും പറയും, അതും കുഴപ്പമില്ല. പക്ഷെ കോമൺലി പറയുന്ന പ്രൊനൗൺസിയേഷൻ ആണ് ഓഫൺ. ഹി ഓഫൺ കംസ് ടു മൈ ഹൗസ്. അടുത്തതാണ് TUITION. ട്യൂഷൻ അല്ല, ട്യൂഷൻ. ട്യൂഷൻ. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ ട്യൂഷൻ, ട്യൂഷൻ. സ്ട്രെസ്സസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. ട്യൂഷൻ. ഇതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട്, ട്യൂഷൻ. ട്യൂഷൻ അല്ല, ട്യൂഷൻ. ഇത് നിങ്ങൾക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ കിട്ടും. കേംബ്രിഡ്ജ് ഡിക്ഷണറി ഫോണിൽ കിട്ടും, അല്ലെങ്കിൽ ബുക്കിൽ ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എൻ്റെ പ്രൊനൗൺസിയേഷൻ. സോ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്താലാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. സോ ട്രൈ പ്രാക്ടീസിങ് ദിസ് എവ്രി വൺ. അടുത്ത വേർഡാണ് PREPOSITION. ഇതെങ്ങനെയാണ് നമ്മൾ സൗണ്ട്, ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന്. ഈ സിലബിളാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്. 1 2 3 4 4 സിലബിൾസ് ഉണ്ട്. ഇതിൽ പ്രപ്പസിഷൻ. പ്രപ്പസിഷൻ. പ്രപ്പോസിഷൻ അല്ല, പ്രപ്പസിഷൻ. പ്രപ്പസിഷൻ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പ്രപ്പസിഷൻ. ഇതെങ്ങനെയാ പറയാ? NICHE. നീഷ് എന്നാണ് പറയാ. ഒരു സിലബിളാണ്. നീഷ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യം. നീഷ്, നീഷ്. അടുത്തതാണ് എറ്റ്സെട്ര. ഇതെങ്ങനെ പറയാന്ന് വെച്ചാൽ എറ്റ്സെട്ര. എക്സെട്ര, എക്സെട്ര അല്ല,
എക്സെട്ര അല്ലെങ്കിൽ എറ്റ്സെട്ര അങ്ങനെ വേണം പറയാൻ. എൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട് എറ്റ്സെട്ര. അടുത്തതാണ് WOMEN. ഇത് പ്ലൂറലാണ് വിമൻ. വിമൻ വിമൻ. സിംഗുലർ ആകുമ്പം ഒരു പെണ്ണ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും വുമൺ വുമൺ. അപ്പം രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായ. പ്ലൂറൽ ആണെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് വിമൻ ദർ. വിമൻ. ഷീസ് എ വുമൺ വുമൺ. അടുത്ത വേർഡാണ് PHOTOGRAPHY. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? ഫോട്ടോഗ്രഫി ഫോട്ടോഗ്രഫി ഫോട്ടോഗ്രഫി. സ്ട്രെസ്സസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. ഫോട്ടോഗ്രാഫി അല്ല, ഫോട്ടോഗ്രഫി. അടുത്തത് PHOTOGRAPHER. ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ. അടുത്തത് PHOTOGRAPH. ഫോട്ടോഗ്രാഫ് അല്ല, ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ്. സ്ട്രെസ്സസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. 3 സിലബിൾ ഉണ്ട്, 3 സ്പ്ലിറ്റ് ഉണ്ട്. ആദ്യത്തെ സ്പ്ലിറ്റിനാണ്, ആദ്യത്തെ സിലബിളിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുക. ഇത് നിങ്ങൾ ഗൂഗിളിലും കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലും നോക്കിയാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ഇതുവരെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അടുത്ത വേർഡാണ് COMFORTABLE. ഇത് ശരിക്കും നമ്മൾ പറയുമ്പം ഇതിൽ 4 സിലബിൾ ഉണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ ഇത് 3 സിലബിളുള്ള. കംഫർട്ടബിൾ. ഇത് സ്ട്രെസ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് സിലബിളെയാണ്. കംഫർട്ടബിൾ കംഫർട്ടബിൾ. ഒന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറ. റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. കംഫർട്ടബിൾ കംഫർട്ടബിൾ. കംഫോർട്ടബിൾ അല്ല, കംഫർട്ടബിൾ. അതിൻ്റെ ഞാൻ മലയാളം സ്പ്ലിറ്റ് എഴുതിയിട്ടുണ്ട്. അടുത്ത വേർഡാണ് CHAOS. ഇത് ചയോസ് അല്ല, കെയോസ് കെയോസ് കെയോസ്. കെ ആദ്യത്തെ സിലബിളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്. കെയോസ്. ഇതിൻ്റെ മലയാളം സ്ട്രെസ് ഞാൻ എഴുതിയിട്ടുണ്ട്. കെയോസ്. ഫസ്റ്റ് സിലബിളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്. കെയോസിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കെയോസിൻ്റെ അർത്ഥമാണ് ഡിസോർഡർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ. അടുത്ത വേർഡാണ് ZOOLOGY. ഇതിനെങ്ങനെയാണ് നമ്മൾ പറയാ? സുവോളജി സുവോളജി. ദ സ്ട്രെസ് ഇസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. എത്ര സിലബിൾ ഉണ്ട്? 1 2 3 4. ലജി. ലോജി അല്ല, ലജി. അപ്പം നിങ്ങൾ ഇവിടെ തൊട്ട് പറഞ്ഞേ ലജി. സുവോളജി. റിപ്പീറ്റ് ആഫ്റ്റർ മീ. സുവോളജി. അതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട്. സുവോളജി. സ്ട്രെസ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് സിലബിളാണ്. അടുത്ത വേർഡാണ് SUITE. ഇതിനെ നമ്മൾ സൂട്ട് അല്ല, സ്വീറ്റ് സ്വീറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. നിങ്ങളൊരു ഹോട്ടലിൽ പോകുമ്പം ഒരു ലിവിങ് ഏരിയ ഉണ്ടാവും, പിന്നെ ബെഡ്റൂമും ഉണ്ടാവും. അങ്ങനെയുള്ള റൂം കിട്ടുന്നതിനാണ് നമ്മൾ സ്വീറ്റ് റൂം സ്വീറ്റ് റൂം എന്ന് പറയാം. സൂട്ടല്ല, സ്വീറ്റ്. ഇതിൻ്റെ മലയാളം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്വീറ്റ് സ്വീറ്റ് റൂം. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് VEHICLE. വെഹിക്കിൾ അല്ല, വീക്കിൾ വീക്കിൾ വീക്കിൾ. The stress is on the first syllable. എൻ്റെ ഒപ്പം പറഞ്ഞേ വീക്കിൾ വീക്കിൾ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് വീക്കിൾ. നെക്സ്റ്റ് COMMENT. കമൻ്റ് അല്ല, കമൻ്റ് അല്ല, കോമൻ്റ് കോമൻ്റ്. The stress is on the first syllable. കോമൻ്റ്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കോമൻ്റ്. അങ്ങനെയാണ് പറയണ്ടേ. അടുത്ത വേർഡാണ് INTESTINE. ഇതെങ്ങനെ നമ്മൾ പറയും? ഇൻറ്റസ്റ്റൈൻ അല്ല, ഇൻറ്റസ്റ്റൈൻ അല്ല, ഇൻറ്റെസ്റ്റിൻ ഇൻറ്റെസ്റ്റിൻ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇൻറ്റെസ്റ്റിൻ ഇൻറ്റെസ്റ്റിൻ. സ്ട്രെസ് ഇസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. നിങ്ങൾ കേംബ്രിഡ്ജ് ഡിക്ഷണറി ഒക്കെ എടുത്താൽ നോക്കിയാൽ കാണാം, ഇങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഇൻറ്റെസ്റ്റിൻ ഇൻറ്റെസ്റ്റിൻ. മലയാളത്തിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇൻറ്റെസ്റ്റിൻ. നെക്സ്റ്റ് വേർഡ് PSYCHIATRIST.
സൈക്കൈട്രിസ്റ്റ്. സൈക്കൈട്രിസ്റ്റ്. സെക്കൻഡ് സിലബിൾ ആണ് സ്ട്രെസ് ചെയ്യുക. ഐട്രിസ്റ്റ്. അതങ്ങനെ ആദ്യം പറഞ്ഞ ഐട്രിസ്റ്റ്. സൈക്കൈട്രിസ്റ്റ്. കൂട്ടി വായിക്കും. സൈക്കൈട്രിസ്റ്റ്. മലയാളം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് സിലബിൾ ആണ് സ്ട്രെസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വേർഡ് ഇസ് EXECUTIVE. എക്സിക്യൂട്ടീവ് അല്ല, ആദ്യത്തെ എഗ്ഗിനെ ആലോചിക്കണം. എക്സിക്യൂട്ടീവ്. സെക്കൻഡ് സിലബിൾ ആണ് സ്ട്രെസ് ചെയ്യേണ്ടത്. സെക്യൂട്ടീവ്. ഇവിടെ തൊട്ട് പറഞ്ഞ ക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ്. അടുത്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. നെക്സ്റ്റ് വൺ COUPON. കൂപ്പൺ അല്ല, കൂപ്പോൺ. സ്ട്രെസ് ചെയ്യേണ്ടത് ഫസ്റ്റ് സിലബിൾ ആണ്. കൂപ്പോൺ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. കൂപ്പോൺ. നെക്സ്റ്റ് വേർഡ് ഇസ് MONK. മോങ്ക് അല്ല, മങ്ക്. എൻ്റെ ഒപ്പം പറഞ്ഞേ, മങ്ക്. അടുത്തതാണ് SPINACH. സ്പൈനാച്ച് അല്ല, സ്പിനച്ച്. അങ്ങനെ വേണം നിങ്ങൾ പറയാൻ. സ്പിനച്ച്. നെക്സ്റ്റ് വേർഡ് ഇസ് LUXURY. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? ലക്ഷറി. സ്ട്രെസ് ഇസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ലക്ഷറി എന്ന് വെച്ചാൽ എനിക്കൊരു ലക്ഷറി കാറുണ്ട്. ഐ ഹാവ് എ ലക്ഷറി കാർ. അതായത് അടിപൊളിയായിട്ടുള്ള, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ എനിക്കുണ്ട് എന്ന് നമ്മൾ പറയും. ലക്ഷറി. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? LUXURIOUS. ലക്ഷൂറിയസ്. അതിൻ്റെ മലയാളം സ്പ്ലിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ലക്ഷൂറിയസ് ഹോട്ടലിലാണ് താമസിച്ചത്. ലക്ഷൂറിയസ്. ഇത് നമ്മുടെ ഡേ 4 ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 25 വേർഡ്സ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തന്നേക്കണേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഡേ 5 ബാക്കിയുള്ള 25 വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഇത് ഷുവറായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ വേഗം കോൺടാക്റ്റ് ചെയ്യാം.